കാലായി നിങ്ങൾ തുടങ്ങിയിട്ട് ഞങ്ങൾ ഓരോന്ന് പിടിച്ച് കൊടയന്നെയാണ്. നിങ്ങളിവിടെ ഞങ്ങളുടെ നേതാവായ ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസ എന്ത് മദ്ഹ് പറഞ്ഞാലും ഫൽ മദ്ഹു യഖ്സുറു അംബുലൂഹിൽ മഖ്സ്, എന്ത് പറഞ്ഞാലും കുറച്ചേ ആവും, എന്ത് പറഞ്ഞാലും ഇത്തിരിയാവുള്ളൂ. ആ ബഹറില്ലെന്ന് ആർക്കെത്താൻ കഴിയും? അങ്ങനെയുള്ള നേതാവിന്റെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞു. ഫൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദരിഹി മാ ശിഅത മിൻ ഉളമി. എന്തും ചേർക്കാമെന്നല്ലേ പറഞ്ഞത്. കാരണം എന്ത് പറഞ്ഞാൽ അതിന്റെ മേലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിന്റെ മേലെയാണ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹ് അല്ലേ. നമ്മളെന്ത് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ മേലെയാണ് അവർ. ഹബീബായ തങ്ങൾക്ക് പറയേണ്ടതില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർക്ക് ഒരാ മൗലാന എന്ന് പറഞ്ഞ് പാട്ട് പാടാം. വിടും നമ്മള്. മൗലാനയിലാണ് ഇപ്പൊ മൗലാനമാർ കുടുങ്ങിപ്പോയത്. മൗലാന എന്ന് മാത്രമല്ല പലതും ഉണ്ട്, മുഇസും മുദിലൊക്കെ ഉണ്ട്. ഒരു മൗലാന മതിയല്ലോ കാര്യത്തിന്. മൗലാന എന്നുള്ള ലഫ്ദ് നമ്മളിങ്ങനെ എടുത്ത് അതിലേതാള് മൗലാന എന്നില്ല ഞങ്ങളെ രക്ഷിതാവ് എന്ന അർത്ഥം. രക്ഷിതാവ് അള്ളാഹിനോട് നമ്മൾ പറയുന്ന വാക്കാണ്. ആമന റസൂലൊക്കെ ഓതുമ്പോൾ കാണില്ലേ, അന്ത മൗലാന, നീ ഞങ്ങളുടെ മൗലാനയാണ്. അതേപോലെ തന്നെ ഹുവ മൗലാന. അപ്പൊ ഇത് നമ്മൾ പിടിച്ച് ഇത് പേരോടിനെ കുറിച്ച് പറയാമെങ്കിൽ ആ മശായിഖിനെ കുറിച്ച് പറയാനാ പാടില്ലാത്തത്. ഇതാ നമ്മളെ ചോദ്യം. ആ ചോദ്യത്തിൽ പെട്ടുപോയി. പലരും സഹായിക്കാനെത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിന്റെ മൗലവി വരെ വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു പേരോടിനെ സംബന്ധിച്ച് മൗലാന എന്ന് പറയുന്നത് ഖുർആൻ അംഗീകരിച്ചു തന്നതാണ് എന്നാണ്. തെളിവ് മൗലവിയാണ്. അതൊന്ന് പറയട്ടെ ആള്. റഹ്മാൻ സഖാഫിയെ കുറിച്ച് പാടുന്നില്ലേ? മൗലാന അബ്ദുറഹ്മാൻ സഖാഫി എന്ന് നിങ്ങൾ പാടുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പേരിന് മുമ്പിൽ മൗലാന എന്ന് നിങ്ങൾ ചേർക്കുന്നില്ലേ? മൗലാന, ഞങ്ങളുടെ മൗല. ഇത് അള്ളാഹുവിന്റെ വിശേഷണമല്ലേ മൗല എന്നത്? ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അൻത മൗലാന, നീ ഞങ്ങളുടെ മൗലയാണ്. മറ്റൊരു വിഷയമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതായാലും സഹായിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുമുന്നണികൾ എത്തിയിട്ടുണ്ട്. എന്നാ ഞങ്ങളൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളെല്ലാരും കൂടെ കൂട്ടി, എല്ലാരും പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിയല്ലോ, നിങ്ങളൊരു വനിതാ വിങ്ങനെ ഉണ്ടാക്കിക്കോളി. മുസ്ലിം ജമാഅത്ത് വനിതാ വിങ് എല്ലാരും കൂട്ടിയിട്ട് ഇറക്കി വിടുക. ഞങ്ങൾക്കെതിരെ സകല മുജാഹിദിനും ജമാഅത്തിനും ഇബ്ലീസിനെ വരെ ഇറക്കി. ഞങ്ങളൊറ്റക്ക് മതി നിങ്ങളെ നേരിടാൻ. മൗലാന എന്ന് പറയുന്നതിന്റെ പ്രശ്നം അയാൾ ആദ്യം പറഞ്ഞിട്ട് പിന്നെ പറയാണ് മൗലാന എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? അത് അല്ലാഹു തആല ഖുർആനിൽ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജിബ്രീലിനെ കുറിച്ചൊക്കെ മൗലയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൗലവി പേരോടിനെ സഹായിക്കാൻ വന്നപ്പോ അന്റെ അടിത്തറ പൊളിഞ്ഞത് മറന്നുപോയി. ഇവിടെ ഇപ്പൊ ആകെ പ്രശ്നമുള്ളത് അള്ളാഹിനെ കുറിച്ച് മാത്രം. ഓനാണ് നമ്മളെ രക്ഷിതാവ്, ഓനാണ് നമ്മളെ സഹായിക്കുന്ന ആൾ. ഇതൊക്കെ മൗലന്റെ അർത്ഥ. ഇത് പറയണം എന്ന് അതിന്റെ കൂടെ അള്ളാന്റെ റസൂല് സഹായിയാണ്, മൗലയാണ്, ഔലിയാക്കന്മാര് മൗലാനയാണ് എന്ന് പറഞ്ഞപ്പോ അത് പാടില്ല എന്ന് പറഞ്ഞു വന്ന ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ പുതിയ നേതാവായ പേരോടിനെ ന്യായീകരിക്കാമെന്നപ്പോ മറന്നുപോയി. എന്നിട്ട് ആയത്തോതാണ്. ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ മൗലാന എന്ന് അള്ളാഹ്ക്ക് മാത്രല്ല പിന്നെയോ വേറെ ചിലർക്കും പറയുമെന്ന്. അതിൽ പേരോട് പട്ടമല്ലേ എന്ന് ഞാൻ പിന്നെ പറഞ്ഞത്. ആദ്യ ആളെ ഓതട്ടെ. നല്ല റെഡി ഉണ്ട്, ഉസാറായി വരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ പരസ്പരം സഹായിച്ചാൽ ഫഇന്നല്ലാഹ മൗലാഹു, നിശ്ചയമായും അല്ലാഹു അദ്ദേഹത്തിന്റെ മൗലയാണ്. വജിബ്രീലു, ജിബ്രീലും മൗലയാണ്. ജിബ്രീല് സൃഷ്ടിയാണല്ലോ, മലക്കാണല്ലോ. ആ ജിബ്രീൽ എന്ന മലക്കും അദ്ദേഹത്തിന്റെ മൗലയാണ്. വസാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനുകളും സർവ്വത്തരായ മുഅ്മിനുകളും അദ്ദേഹത്തിന്റെ മൗലയാണ് എന്ന് ഖുർആനിൽ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു തന്നെ മുഅ്മിനുകളെ മൗല എന്ന് പറഞ്ഞു.
അള്ളാഹു എവിടെയെങ്കിലും മുഅ്മിനുകൾ അവരും നിങ്ങളുടെ ഖാലിഖാണ് ഞാനും നിങ്ങളുടെ ഖാലിഖാണെന്ന് പറഞ്ഞിട്ടുണ്ടോ നൗഷാദെ? എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്? പഠിപ്പിച്ചു തരാ, പഠിപ്പിക്കാനല്ലേ ഞങ്ങൾ ഇവിടെ വന്നത്. ബേജാറാകണ്ട. ആദ്യം മൗലവി താങ്കൾ വായിച്ച ആയത്തുണ്ടല്ലോ, ഉസ്സാറായിട്ടുണ്ട്. ഫഇന്നല്ലാഹ ഹുവ മൗലാ, അല്ലാഹുവാണ് സഹായി, അല്ലാഹുവാണ് രക്ഷിതാവ്. വജിബ്രീൽ, പിന്നെ ആരാ? മലക്ക് ജിബ്രീൽ. വസാലിഹുൽ മുഅ്മിനീൻ, ഏറ്റവും ഉന്നതരായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾ, അവര് നമ്മുടെ മൗലയാണ്, രക്ഷിതാവാണ്, സഹായിയാണ്. ആ പറഞ്ഞ സ്വാലിഹുൽ മുഅ്മിനീനിലുണ്ട് ശൈഖ് മടവൂർ, അതിലുണ്ട് ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി, അതിലുണ്ട് സയ്യിദുനാ യാഹൂ തങ്ങളുപ്പാപ്പ, അതിലുണ്ട് സയ്യിദുനാ മഹാനരായ മമ്പുറം തങ്ങളുപ്പാപ്പ. എല്ലാ ഔലിയാക്കളുണ്ട്. പൊളിഞ്ഞിലെ ജമാഅത്തേര എൻ്റെ അടിത്തറ പേരോണ്ടിങ്ങനെ നോക്കിയിട്ട് ഓൻ പറഞ്ഞു പോയതാ. ഈ ആയത്ത് ഓതി എൻ്റെ കഥ കഴിഞ്ഞു. കാരണം ഡബലൊക്കെ സഹായിയാണ്, രക്ഷിതാവുമാണ്. ഞങ്ങളതായി പറയുന്നത്. മൗലാനയുണ്ട് ഇവിടെ. അതാരാ? മൗലാനാന്ന് വിളിക്കാൻ അർഹരായവർ. അത് മടവൂര് ശൈഖാണ് അല്ലേ? ഔലിയാക്കളെ കുറിച്ച് മൗലാന അറിയില്ല നമ്മള്. മൗലാ ഉപ്പാപ്പ, കണ്യാല ഉപ്പാപ്പയെ പറയൂലേ? പല മശായിഖൻ അങ്ങനെ തന്നെ പറയും, മൗലാന്ന് തന്നെ പറയും. അതുണ്ട്, ഞങ്ങൾക്കറിയാതെ. അത് പറയിപ്പിക്കാൻ ഞങ്ങൾ ചോദിച്ചത്. പക്ഷെ നയൽവാദി എങ്ങനെയാവും? നയൽവാദി പറഞ്ഞിട്ടുണ്ടോ? ജിബ്രീല സ്വാലിഹുൽ മുഅ്മിനീന, അയാൾ ഷഹാദത്ത് തന്നല്ല. അയാളെ ഷഹാദത്ത് തന്നെ പോയി കിടക്കുക. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളടത്ത് കുഴഞ്ഞ വാപ്പയാക്കിയാൽ അയാളുള്ളത് എവിടെയാണോ? അയാൾ ഇസ്ലാം തന്നെ ഉണ്ടോ? മൂമിനായാലും പോലെ സ്വാലിഹുൽ മുഅ്മിനാകണ്ടേ? സ്വാലിഹുൽ മുഅ്മിനാകണമെങ്കിൽ വിലായത്ത് വേണ്ടടോ. വിലായത്ത്, അയാൾക്ക് വിലായത്ത് ഉണ്ടോ? അങ്ങനെ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തിനല്ലോ. പെൺകുട്ടികളില്ല അയാൾക്ക്. ഞാൻ പറഞ്ഞു വരും, ഇയാളെ മക്കൾ നോക്കണ പണിയുള്ളൂ എനിക്ക്. ഇയാൾ എങ്ങനെയാണോ സ്വാലിഹുൽ മുഅ്മിൻ പോയിട്ട് മുഅ്മിൻ തന്നെയാണോ ഇയാള്? ആ പേരോടിന് വെക്കാൻ ആയത്തൊന്നും തെളിവല്ല. പക്ഷെ ഈ പറഞ്ഞപ്പോൾ എൻ്റെ അടിത്തറ തെറ്റിപ്പോയി. ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നം എന്താ? മൗലാന എന്നത് അള്ളാഹ്ക്കും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിന്റെ ആളുകൾക്കും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖാലിഖ്, പടച്ചവൻ, സൃഷ്ടാവ് എന്ന നാമം അത് അല്ലാഹു അല്ലാത്തവർക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്ത് വിഡ്ഢിത്തമാണെന്നല്ലേ എന്നോട് ചോദിച്ചത്. മൗലവി, ഖുർആനും സുന്നത്തും മുറുക്കി പിടിച്ചാൽ പോരാ, ഇടക്കൊന്ന് തുറന്നു നോക്കണം. അന്നീ അഖ്ലുഖുലക്കും പറഞ്ഞില്ലേ റൂഹുല്ലാഹി ഈസാ? ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും, ഞാൻ നിങ്ങൾക്ക് ഖാലിഖാക്കി തരും പറഞ്ഞില്ലേ? കണ്ടിട്ടില്ലേ? കാണിച്ചു കൊടുക്കാം മാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ. അതാ അതിലെ ആയത്താണത്. അഖ്ലുഖുലക്കും മിനത്തീൻ, കളിമണ്ണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. അതിനാടോ ഖാലിഖ് എന്ന് പറയാ? അത് അർത്ഥം കൊടുത്തത് കണ്ടോ? ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി തരും. അതിന്റെ പേരാടോ ഖാലിഖ്. ഈസ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സൃഷ്ടിക്കാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സംഭവം വേറെ ആർക്കും ഉണ്ടാവില്ല. ആ സംഭവമാണ് എന്ത്? അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരാ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക. അത് വരാതിരിക്കാനാ മൗലവി ബ്രാക്കറ്റിൽ രൂപം നേടിയത്. സൃഷ്ടിച്ചു തരാന്നുള്ളത് ഈസാ നബി ചെയ്യുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം അതാ ഖാലിഖാണെന്ന് എഴുതിയിട്ട് സൃഷ്ടിച്ചുണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ തന്നെ ഉദ്ധരിച്ചത്. എന്തേ മൗലവി കാണാതെ പോയത്? അല്ലാഹ് പറഞ്ഞത് ശിർക്കാണോ കുഫ്റാണോ? ഈസ നബി ഖാലിഖാണെന്ന് ഖുർആനിലില്ലേ? മൗലാന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ വേണോ ആയത്ത്?